നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഹൈമ വിലായത്തിൽ വാഹനാപകടം. വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ 4 പേർ മരിച്ചു. ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു. ട്രക്കും മറ്റൊരു വാഹനവുമാണ് കൂട്ടിയിടിച്ചത്. അൽവുസ്ത ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഗ്നിശമന സേനാംഗങ്ങൾ തീപിടുത്തം ഈ തീപിടുത്ത സ്ഥലത്ത് എത്തിയതായും അവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചതായും ഒമാൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി എക്സിലൂടെ അറിയിച്ചു. കുവൈറ്റിൽ നിന്നുള്ള മറ്റൊരു വാർത്ത നോക്കാം. കുവൈറ്റിലെ പുതിയ ട്രാൻസ്ഫർ തീരുമാനം പ്രയോജനപ്പെടുത്തിയത് 30,000-ലധികം വീട്ടുജോലിക്കാർ. സെപ്റ്റംബർ 12-നായിരുന്നു ഇത് 40,000-ൽ എത്തുമെന്നായിരുന്നു നിഗമനം. വീട്ടുജോലിക്കാർക്ക് പ്രത്യേക വ്യവസ്ഥകൾ പാലിച്ച് സ്വകാര്യ മേഖലയിലേക്ക് മാറാൻ ഭരണകൂടം അനുവാദം നൽകുകയും ചെയ്തു. ജൂലൈ 14 മുതൽ സെപ്റ്റംബർ 12 വരെയാണ് ഗാർഹിക തൊഴിലാളികൾക്ക് 1 വർഷത്തെ സേവനത്തിന് ശേഷം തൊഴിലുടമയുടെ സമ്മതത്തോടെ ഫീസ് തൊഴിൽ മാറാൻ സാധിക്കുന്നത്. ഇത്രയേറെ തൊഴിലാളികൾ തൊഴിൽ മാറുന്നത് ഗാർഹിക മേഖലയിൽ നിലവിലുള്ള ക്ഷാമം രൂക്ഷമാക്കും എന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഒമാനിൽ നിന്നുള്ളൊരു വാർത്ത. ഒമാനിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്ന മേഖലകൾ കണ്ടെത്താൻ പദ്ധതിയുമായി ജലവിഭവ മന്ത്രാലയം. വെള്ളപ്പൊക്ക ദുരിതത്തിൽ നിന്ന് പ്രദേശവാസികളെ രക്ഷിക്കാനും അപകട മേഖല ഭൂപടം തയ്യാറാക്കാനുമാണ് മന്ത്രാലയം പദ്ധതിയിടുന്നത്. വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്ന മേഖലകൾ കണ്ടെത്തുന്നതിനായി മന്ത്രാലയം നിശ്ചയിച്ച കൺസൾട്ടൻസിക്ക് 2 വർഷ കാലയളവാണ് നൽകിയിരിക്കുന്നത്. വെള്ളപ്പൊക്ക മേഖലകൾ കണ്ടെത്തുക, അവയുടെ അപകട സാധ്യതയും വെള്ളം ഒഴുകിപ്പോകുന്ന പ്രധാന വാദികളും ഉപവാദികളും അടയാളപ്പെടുത്തുക, ഇവയെ ഭൂമിശാസ്ത്രപരമായി തിരിച്ചറിയുക, മാത്രമല്ല അപകട സാധ്യത മനസ്സിലാക്കുക, ഇടത്തരം അപകട സാധ്യത, കുറഞ്ഞ അപകട സാധ്യത എന്നിങ്ങനെ മനസ്സിലാക്കുക എന്നിവയാണ് കൺസൾട്ടൻസിയുടെ പ്രധാന ചുമതല. അപകടകരമായ കാലാവസ്ഥ ഉണ്ടായാൽ സാധ്യതയുള്ള സമയങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ ഏജൻസിക്ക് ജനജീവിതവും സമ്പത്തും സംരക്ഷിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സുരക്ഷിതമായ നഗര നിർമ്മാണത്തിനും ഇത്തരം മാപ്പുകൾ സഹായകമാകുമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല താഴ്വരകളിലും അതിന് സമീപവും താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഈ മാപ്പ് ഉപകരിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്ന കാര്യം. ഇത്തരം മേഖലകളിൽ കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കുമ്പോൾ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനും അതുവഴി അപകടങ്ങൾ ഒഴിവാക്കാനും സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി.